ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. നിന്നെ കൊണ്ടുപോകാൻ വന്നതാ ആണോ? എന്നാലേ അത് നടക്കില്ല സാറേ. വന്ന വഴി തന്നെ വേഗം പോകാൻ നോക്ക്, അതാകും നല്ലത്. മാഹി ആയുഷ് പറഞ്ഞത് കേട്ട് ചിരിയോടെ പറഞ്ഞു. അത് താനാണോ തീരുമാനിക്കുന്നത്? പേടിച്ച് വണ്ടി കയറിയുടെ ഇവനെ, ആയുഷ് കോൺസ്റ്റബിളിനോട് പറഞ്ഞു. പെട്ടെന്നാണ് ആയുഷിന്റെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ DGP എന്ന് കണ്ടതും ആയുഷ് വേഗം ഫോൺ എടുത്തു. വാട്ട് നോൺസെൻസ് യു ആർ ഡൂയിങ് ആയുഷ്? ഫോൺ എടുത്ത പാടെ DGP ഇത്തിരി ദേഷ്യത്തിൽ ആയുഷിനോട് ചോദിച്ചു. സർ, അത് പിന്നെ ഇയാൾക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്. എന്ത് പരാതി? പരിക്ക് പറ്റിയ വ്യക്തിക്ക് പരാതിയില്ല. പിന്നെ പരാതി തന്നവർ തന്നെയാ പരാതി പിൻവലിച്ചത്. താൻ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് തൊപ്പിത്തെറിക്കാനുള്ള വഴി ഉണ്ടാക്കണ്ട. സോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ബാക്ക്. ശബ്ദം കടുപ്പിച്ച് താക്കിയതുപോലെ അത്രയും പറഞ്ഞ് DGP ഫോൺ കട്ട് ചെയ്തതും ആയുഷിന്റെ മുഖത്ത് മഹിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദേഷ്യം തന്നെ. പേസി ലീവ് ഹിം. മാഹിയെ ജീപ്പിൽ കയറ്റാൻ ഒരുങ്ങുന്ന കോൺസ്റ്റബിളിനോടായി പറഞ്ഞു. അത് കേട്ടതും മഹി ഒരു വിജയശ്രീയോടെ ആയുഷിന്റെ അരികിലേക്ക് നിന്നു. ഇപ്പൊ മനസ്സിലായില്ലേ സാറേ, കളിക്കുമ്പോൾ ആളും തരം നോക്കി കളിക്കണമെന്ന് മാഹി ആയുഷിനോട് പറഞ്ഞു. നീ വല്ലാതെ അഹങ്കരിക്കണ്ട. ഒരു ദിവസം നിന്നെ ഞാൻ ആർക്കും രക്ഷിക്കാനാകാത്തിടത്തും പൂട്ടും, അധികം വൈകാതെ. മാഹിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പല്ല് കടിച്ചുകൊണ്ട് ആയുഷ് പറഞ്ഞു. പൂട്ടാൻ വരുമ്പോൾ നല്ല സ്ട്രോങ് ആയ തെളിവും കൊണ്ട് തന്നെ വരണേ, അല്ലെങ്കിൽ ഇതുപോലെ വാലും മടക്കി പോകേണ്ടി വരും. മഹിയും ശബ്ദം താഴ്ത്തി പറഞ്ഞു. കാണാടാ നമുക്ക്. ആയുഷ് മഹിയെ നോക്കി പകയോടെ ജീപ്പിൽ കയറിപ്പോയി. എന്താ മഹിമോനെ ഇതൊക്കെ? ഉള്ളിലേക്ക് കയറി വരുന്ന മഹിയെ നോക്കി സീത ആദിയോടെ ചോദിച്ചതും മഹി അവരെ നോക്കി കണ്ണു ചിമ്പി കാണിച്ച് മുകളിലേക്ക് പോയി. പെട്ടെന്ന് ബോധം വന്നതുപോലെ ആരും അവന്റെ പിറകെ പോയി. മഹി റൂമിലെത്തി ഷർട്ടിന്റെ ബട്ടൺസ് അഴിക്കുമ്പോഴാണ് ആര് റൂമിലേക്ക് കയറി വന്നത്. അതെ, ആരും മഹിയെ വിളിച്ചുവെങ്കിലും മഹി കേൾക്കാത്ത പോലെ നിന്ന് ബട്ടൺ അഴിക്കാൻ തുടങ്ങിയതും ആരും മഹിയെ നോക്കി പല്ല് കടിച്ചു. ചെകുത്താനെ! ആരുവിന്റെ വിളി കേട്ടതും മഹി തിരിഞ്ഞ് അവളെ രൂക്ഷമായി നോക്കി. താനെന്തിനാ എന്റെ വല്യച്ഛനെ ഉപദ്രവിച്ചത്? ആരും മഹിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. നിന്റെ ചത്തുപോയ തന്ന മാധവൻ പറഞ്ഞിട്ട്. അല്ല പിന്നെ അവളുടെ ഒരു വല്യച്ഛൻ. വല്ല പണിയുണ്ടെങ്കിൽ പോയി ചെയ്യടി. മഹി ആരുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ് ഷർട്ട് അയച്ചു മാറ്റി സ്റ്റാൻഡിലിട്ട് തോർത്തെടുത്ത് ബാത്റൂമിൽ കയറിപ്പോയി. ഈ ചെകുത്താനോടൊക്കെ ചോദിക്കാൻ വന്ന് എന്നെയാണ് പറയേണ്ടത്. ആര് ദേഷ്യത്തിൽ പറഞ്ഞ് ചവിട്ടിത്തുള്ളി താഴേക്ക് പോയി. അന്ന് പിന്നെ മഹി പുറത്തേക്കൊന്നും പോയില്ല. വൈകിട്ട് സൂര്യ വന്നതും മഹി അവിടെ കണ്ടതും അയാൾക്കും അതിശയം തോന്നി. എങ്കിലും സീതയിൽ നിന്നും ഇന്ന് പോലീസ് വന്നതെല്ലാം പറഞ്ഞതും അയാൾക്ക് മഹിയോട് വല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും തൽക്കാലം ഒരു പ്രശ്നത്തിന് പോകേണ്ടെന്ന് കരുതി ഉള്ളിൽ അമർഷം അടക്കി നിർത്തി. അതെ, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഭക്ഷണം കഴിക്കാനായതും ബാൽക്കണിയിൽ ഇരുട്ടിലേക്ക് കണ്ണും നട്ട് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന മഹിയുടെ അടുത്ത് വന്ന് മടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് വേണ്ട. മഹി ആരുവിനെ നോക്കാതെ പറഞ്ഞതും ഇതിന് നേരം അവിടെ തത്തി കളിച്ചു നിന്ന് ആര് താഴേക്ക് പോയി. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പേരിൽ പോലും ആരും മഹിയെ വിളിക്കാൻ തയ്യാറായില്ലെന്ന് ആര് ശ്രദ്ധിച്ചു. ഇതുവരെ മഹി തുള്ളിവെള്ളം പോലും കുടിച്ചില്ലെന്ന് ഓർത്തതും ആരുവിനെന്തോ ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. കുറച്ചു നേരം ഭക്ഷണത്തിൽ വിരലിട്ടിളക്കിയിരുന്ന് ആരും ഭക്ഷണം കഴിപ്പ് നിർത്തി എഴുന്നേറ്റു. എന്താ മോളെ? ആരും എഴുന്നേറ്റത് കണ്ട് ഇന്ദു സംശയത്തോടെ ചോദിച്ചു. എനിക്ക് മതിയമ്മേ. ഇന്ദുവിന്റെ ചോദ്യം കേട്ടതും ആര് പറഞ്ഞു. അതെന്താ മോള് കുറച്ചല്ലേ കഴിച്ചുള്ളൂ? ആരുവിന്റെ പ്ലേറ്റിലേക്ക് നോക്കി ഇന്ദു ചോദിച്ചു. എനിക്കെന്തോ വിശപ്പില്ല. അത്രമാത്രം പറഞ്ഞ് ആര് കിച്ചണിലേക്ക് പോയി പ്ലേറ്റിൽ ബാക്കിയുള്ള ചോറ് അടുക്കളപ്പുറത്തെ കാടിവെള്ളം വെക്കുന്ന ചെമ്പിലിട്ട് പാത്രം കഴുകി അതിൽ മഹിക്ക് വേണ്ടി ചോറും കറിയും എല്ലാം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി എടുത്തു. ഇതാർക്കാ മോളെ? മഹിക്കാണോ? ആരുവിന്റെ കയ്യിലുള്ള പ്ലേറ്റിലേക്ക് നോക്കി ഇന്ദു ചോദിച്ചതും ആരും അതേന്ന രീതിയിൽ തലയാട്ടി. അവൻ കഴിക്കില്ല മോളെ. സൂര്യൻ ആരുവിനെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. സാരല്ല ചാ, എന്നാലും കൊണ്ടുകൊടുത്ത് നോക്കട്ടെ. ഏതായാലും എടുത്തതല്ലേ, ബോള് കൊണ്ടു കൊടുത്തു വാ. ആര് സൂര്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സൂര്യ ആരുവിനെ നോക്കി നെറിച്ചിരിയോടെ പറഞ്ഞു. ആര് തലയാട്ടി മുകളിലേക്ക് നടന്നു. മഹിക്കായിട്ടുള്ള ഭക്ഷണവുമായി പോകുമ്പോൾ തന്നിൽ വന്ന മാറ്റത്തിന് കാരണം ചികിയുകയായിരുന്നു ആരുവിന്റെ മനസ്സ്. എത്രയാലോചിച്ചിട്ടും ആരുവിന് അതിനുള്ള ഉത്തരം കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ അവനോട് പഴയ പോലെ വെറുപ്പ് തോന്നില്ലെന്നതിൽ അവളിൽ ആശ്ചര്യം നിറച്ചു. ആര് റൂമിലേക്ക് വരുമ്പോൾ മഹി ബാൽക്കണിയിൽ തന്നെയായിരുന്നു. ആര് ഭക്ഷണവും ഗ്ലാസും ടേബിളിൽ വെച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിലിരുന്ന് സിഗരറ്റ് വലിക്കുന്ന മഹിയെ കണ്ടതും ആര് ദേഷ്യത്തിൽ അവനടുത്തേക്ക് പോയി ആ സിഗരറ്റ് വാങ്ങി പുറത്തേക്ക് എറിഞ്ഞതും മഹി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. വേറൊന്നെടുത്ത് കത്തിക്കാൻ നിന്നതും അതിനു മുമ്പായി ആരും അതും പിടിച്ചു വാങ്ങി പുറത്തേക്ക് എറിഞ്ഞു.
നിനക്ക് എന്താ ആരിഷി? ആരുവിന്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ മഹി ദേഷ്യത്തിൽ പല്ല് കടിച്ച് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, വന്ന് കഴിക്കാൻ നോക്ക്. ആര് മഹി പറഞ്ഞതിന് മറുപടി കൊടുക്കാതെ പറഞ്ഞു. ആര് പറഞ്ഞത് കേട്ട് മഹിയുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. അതെ, പറഞ്ഞത് കേട്ടില്ലേ, ഭക്ഷണം കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന്, വന്ന് കഴിക്കാൻ നോക്കാൻ. ആരും മഹി തന്നെ മിടിച്ചു നോക്കിയിരിക്കുന്നത് കണ്ട് അവന്റെ ഷോൾഡറിൽ ഒരു പിച്ച് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട. മഹിക്ക് അടുത്ത ശബ്ദത്തിൽ പറഞ്ഞു. അതെന്താ വേണ്ടാത്തത്? തനിക്കെന്താ വിശപ്പൊന്നുമില്ലേ? മര്യാദയ്ക്ക് വന്ന് കഴിക്കാൻ നോക്ക്. ആരും അധികാരസ്വരത്തിൽ പറഞ്ഞു. എന്താടി, എന്റെ ഭാര്യയാണെന്ന് കരുതി എന്നെ ഭരിക്കാൻ വരുവാണോ? മഹി ആരുവിനെ കല്ലിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആണെന്ന് കൂട്ടിക്കോ. ആരും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ ഭാര്യയ്ക്ക് പല കടമകളുമുണ്ട്, അതൊക്കെ നീ സാധിച്ചു തരുമോ? ആരുവിനെ അടിപൊളി നോക്കി മീശ മുറുക്കി ചുണ്ട് കടിച്ചുകൊണ്ട് ചോദിച്ചതും ആരുവിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. രാത്രി അത്താഴപ്പണി കിടക്കണ്ടല്ലോ എന്ന് കരുതി കൊണ്ടുവന്നതാ, അല്ലാതെ തന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ല. ആരോടെങ്കിലും ദേഷ്യവും വെറുപ്പുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിനോടല്ല തീർക്കേണ്ടത്. ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്, താൻ വേണേ വന്ന് കഴിക്ക്. കഴിച്ചില്ലെന്ന് വിചാരിച്ച് എനിക്കൊന്നുമില്ല. ആര് ദേഷ്യത്തിൽ മഹിയെ നോക്കി അത്രയും പറഞ്ഞ് ചവിട്ടുള്ളി ആര് റൂമിലേക്ക് പോയി. ഭദ്രകാളി. ആരുവിന്റെ പോക്ക് കണ്ട് മഹി ചെറു ചിരിയോടെ പറഞ്ഞ് ചെയറിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകൾ അടക്കുമ്പോൾ എന്തുകൊണ്ടോ അവന്റെ മിഴികൾ ചുവന്ന് കലങ്ങിയിരുന്നു. രാത്രി വിശന്നിരിക്കണമെന്ന് കരുതി കൊണ്ടുകൊടുത്തതാ, അപ്പൊ അങ്ങേരുടെ ഒരു ചാട. കാണിച്ചില്ലെന്ന് വെച്ച് എനിക്കെന്താ? എന്തെങ്കിലും ആയിക്കോട്ടെ. ആര് ബെഡിലേക്ക് കിടന്ന് പുതപ്പെടുത്ത് പൊതിച്ച് ദേഷ്യത്തിൽ പെറുപുറത്ത് കണ്ണുകൾ അടച്ചു. കുറെ നേരം തിരിഞ്ഞും പറഞ്ഞും കിടന്നെങ്കിലും എന്തുകൊണ്ടും ആരുവിന് ഉറങ്ങാൻ പറ്റിയില്ല. കുറച്ചു കഴിഞ്ഞതും ബാൽക്കണി ഡോർ അടച്ച് മഹി വരുന്നതും ടേബിളിലുള്ള ഭക്ഷണം കണ്ട് നെടുവീർപ്പിട്ട് ബെഡിലേക്ക് കിടന്നത് അറിഞ്ഞതും ആരും ഉറക്കം നടിച്ച് കണ്ണുകളടിച്ച് കിടന്നു. മഹിയുടെ കൈകൾ ആരുവിനെ ചുറ്റിപ്പിടിച്ച് അവളെ എടുത്ത് അവനെ നെഞ്ചിലേക്ക് കിടത്തിയതും ആരും പ്രതികരിക്കുക കൂടി ചെയ്യാതെ അങ്ങനെ കിടന്നു. ഒപ്പം തന്റെ നെറുകയിൽ മഹിയുടെ അതരങ്ങളുടെ തണുപ്പ് കൂടി അറിഞ്ഞതും ആരും കണ്ണുകൾ ഇറുകിയടിച്ച് ചലനശേഷി നഷ്ടപ്പെട്ടതുപോലെ കിടന്നു. അവൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവന്റെ നെഞ്ചിൽ നിന്നും മാറിക്കിടക്കാൻ ബുദ്ധി ഉപദേശിക്കുമ്പോഴും മനസ്സെന്തോ അതിനെ അനുവദിക്കാത്തതുപോലെ തോന്നിയായിരിക്കുന്നു. മഹിയുടെ നെഞ്ചോട് പറ്റിക്കിടന്ന ആരും എപ്പോഴോ നിദ്രയെ പുലുകിയിരുന്നു. രാവിലെ നിർത്താതെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ആരും ഉറക്കമുണർന്നത്. ഉറക്കെ ചടവോടെ ബെഡിൽ എണീറ്റിരുന്ന് മഹിയുടെ ഫോൺ കയ്യിലെടുത്ത് സൈലന്റ് ആക്കി വീണ്ടും കിടക്കാൻ നിന്നതും പെട്ടെന്നെന്തോ ആലോചിച്ചതുപോലെ ആരും ഞെട്ടി ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഫോൺ എടുത്ത് സമയം നോക്കി. ദൈവമേ, ഇന്നും വൈകിയോ? ഇന്ന് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നേരത്തെ പോകണല്ലോ. സമയം 8 കഴിഞ്ഞത് കണ്ട് ആരും സ്വയം പറഞ്ഞ് വേഗം തന്നെ ഷെൽഫിൽ നിന്ന് ഡ്രസ്സും ടവലും എടുത്ത് ബാത്റൂമിലേക്ക് ഓടിയതും പെട്ടെന്നാണ് ബാത്റൂം ഡോർ തുറന്ന് തല തുടച്ചു വന്ന മഹിയുടെ നെഞ്ചിലായി അവൾ വെടിച്ചു നിന്നത്. എവിടെ നോക്കിയടി നടക്കുന്നത്? മൂക്കത്തിൽ 2 ഉണ്ട കണ്ണുണ്ടല്ലോ. മഹി ആരുവിനെ പിടിച്ച് മാറ്റി അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ പെട്ടെന്ന് കണ്ടില്ല, സോറി. ആരും മഹിയെ നോക്കി അത്രമാത്രം പറഞ്ഞ് വേഗം ബാത്റൂമിലേക്ക് ഓടിക്കേറി. വേഗം ഒരു കുളിയും പാസ്സാക്കി ഡ്രസ്സ് മാറ്റി ആര് വരുമ്പോൾ കാണുന്നത് വെള്ളമുണ്ണും കരിപ്പച്ച കളർ ഷർട്ടും ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ മൂളിപ്പാട്ടും പാടി താടിയും മുടിയും ചീകി വൃത്തിയാക്കി വെക്കുന്ന മഹിയാണ്. അതെ, ഒന്ന് മാറോ, എനിക്കൊന്ന് ഒരുങ്ങണം. മഹിയുടെ പതിവില്ലാത്ത ഒരുക്കം കണ്ട് ആരുവിനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആര് പറഞ്ഞത് കേട്ടെങ്കിലും മഹി അത് മൈൻഡ് ചെയ്യാതെ ചീകിയും വീശിയും താടിയും വീണ്ടും ചീകിക്കൊണ്ടിരുന്നു. അതെ, ഒന്ന് മാറിത്തരോ, എനിക്ക് ഒരുങ്ങണം, ഇപ്പൊ തന്നെ വൈകി, പ്ലീസ്. മഹി മനഃപൂർവ്വം തന്നെ നേരം വൈകിക്കുകയാണെന്ന് മനസ്സിലായതും ആര് പൊട്ടി വന്ന് ദേഷ്യം അടയ്ക്കുന്നത് തായ്മയോടെ മഹിയോട് പറഞ്ഞു. ആദ്യം ഉത്തരവാദിത്ത ബോധം വേണം, അതില്ലെങ്കിൽ ഇങ്ങനെ തന്നെയാ. മഹി ആരുവിനെ പുച്ഛിച്ചു കൊണ്ട് പറഞ്ഞതും ദേഷ്യം വന്ന ആരും മഹിയെ തള്ളിമാറ്റി മിററിന് മുന്നിലേക്ക് കയറി നിന്നു. ആരുവിന്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ ദേഷ്യത്തിൽ മഹി അവളുടെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് മഹിയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയത്. സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന പേര് കണ്ടതും മഹി ആരുവിനൊന്ന് രൂക്ഷമായി നോക്കി താഴേക്ക് പോയതും ആര് വേഗം ഒരുങ്ങി എടുത്തിരുന്ന സാരിയുടെ പീറ്റ് വൃത്തിയിൽ ഞൊറിഞ്ഞെടുത്ത് വേഗം ഇന്നലെ മഹിക്ക് കൊണ്ടുവച്ച ഭക്ഷണ പ്ലേറ്റും എടുത്ത് താഴേക്ക് പോയി. ആ വന്നോ? ഇന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് നിന്നെ കാണാൻ വിളിക്കാൻ വരുമായിരുന്നു ഞാൻ. ആരുവിനെ വിളിക്കാൻ വേണ്ടി സ്റ്റെയർ കയറാൻ ഒരുങ്ങിയ സീത വേഗത്തിൽ സ്റ്റെയർ ഇറങ്ങി വരുന്ന ആരുവിനെ കണ്ടു പറഞ്ഞു. എന്റെ സീതമ്മേ, ഇന്ന് എണീക്കാൻ വൈകി. ആരും അവരെ നോക്കി ചുണ്ട് പുളത്തിക്കൊണ്ട് പറഞ്ഞതും ആര് പറഞ്ഞത് കേട്ട് സീത ആക്കി മൂളി തലയാട്ടി ചുണ്ട് കടിച്ചു പിടിച്ച് ചിരി ഒതുക്കി തിരിഞ്ഞു നടന്നതും സീതയുടെ ആക്കി ചിരി കണ്ട് കാര്യം മനസ്സിലാകാതെ ആരും നടന്നു. അമ്മേ, സീതമ്മേ, ഞാൻ പോവാ. ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ബാഗിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ആരും രണ്ടാളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. കഴിക്കുന്നില്ലേ മോളെ? ആര് പറഞ്ഞത് കേട്ട് ഇന്ദു ചോദിച്ചു. ഇല്ലമ്മേ, ഇപ്പൊ തന്നെ 9:15 കഴിഞ്ഞു, ഇനി നിന്ന വൈകും. ആര് കയ്യിലെ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു.
എന്നാലും കഴിക്കാതെ പോകണ്ട, ഇവിടെ വന്നിരുന്ന് കഴിക്ക്. എന്തും ആരുവിനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട അമ്മേ, ഇന്ന് സ്കൂളിൽ ന്യൂ MD ജോയിൻ ചെയ്യുന്ന ദിവസം 9 മണിക്ക് എത്താൻ പറഞ്ഞതാ. പണ്ട് മുതലേ ഞാൻ സ്കൂളിൽ ലാസ്റ്റ് ബസ് ആയതുകൊണ്ട് എന്നോട് പ്രത്യേകം നേരത്തെ പറഞ്ഞതായിരുന്നു. ആരും എന്തവനെ നോക്കി ദയനീയ ഭാവത്തിൽ പറഞ്ഞ് ബാഗും എടുത്ത് തോളിലിട്ടു. ഇത്തിരി മുമ്പ് ഇറങ്ങുവാണെങ്കിൽ സൂര്യേട്ടനെയും മൈക്കുട്ടനെയും കൂടെ പോകായിരുന്നു. സാരല്ലമ്മേ, ഞാൻ ബസ്സിന് പോയിക്കോളാം. ആരും അതും പറഞ്ഞ് ഇരുവരോട് യാത്ര പറഞ്ഞ് ചെരുപ്പിട്ട് വേഗം ജംഗ്ഷനിലേക്ക് നടന്നു. ആരുവിന്റെ കഷ്ടകാലത്തിന് അവൾ എത്തുമ്പോഴേക്കും ബസ് പോയിരുന്നു. ഇനിയുള്ള ബസ് അരമണിക്കൂർ കഴിഞ്ഞാണെന്ന് അറിഞ്ഞതും ആരും നിരാശയോടെ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. ബസ് കിട്ടി ആരും സ്കൂളിലെത്തുമ്പോൾ ഒത്തിരി വൈകിയിരുന്നു. ആ, നല്ല ആളാണല്ലോ, ഇപ്പോഴാണ് വരുന്നത്. പുതിയ വന്ന സാറ് നിന്നെ കാണുമെന്ന് പറഞ്ഞിരുന്നു. പോയി കൈയോടെ മേടിച്ചോ. ആ പിന്നെ പുതിയ യൂണിഫോം ഒക്കെ കിട്ടിയിട്ടുണ്ട്, നിന്റെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടേ. ഓടിക്കരച്ച് വരുന്ന ആരുവിനെ നോക്കിക്കൊണ്ട് കാർത്തു പറഞ്ഞു. അറിയില്ല മോളെ, ഇനി വൈകി വരാനൊന്നും പറ്റത്തില്ല. കുറെ റൂൾസ് ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ട് മനുഷ്യനെ മെനക്കെടുത്താൻ. കാർത്തു അതും പറഞ്ഞു പോയതും ആര് വേഗം പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് ചെന്നു. ആരുഷി ഇപ്പോഴാണോ വരുന്നത്? പ്രിൻസിപ്പാൾ മേഡം ആരുവിനെ ഇരുത്തി നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. അത് പിന്നെ ബസ് കിട്ടാൻ വൈകി. ആരവരെ നോക്കി പതിയെ പറഞ്ഞു. ഏതായാലും സാറിനെ കണ്ടിട്ട് സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ നിന്ന് സമയം കളയാതെ വേഗം പോകാൻ നോക്കുക ആരുഷി. പ്രിൻസിപ്പാൾ പറഞ്ഞതും ആരും മെയിൻ ഓഫീസ് റൂം ലക്ഷ്യം വെച്ച് നടന്നു. ഓഫീസ് ഹൈസ്കൂളിന്റെ ബ്ലോക്കിലായതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ട്. ക്ലാസ് തുടങ്ങിയത് കൊണ്ട് തന്നെ ആരും പുറത്തൊന്നും ഇല്ലായിരുന്നു. ഗ്രൗണ്ടിന്റെ ഒരു അരികു പറ്റി ആരും മാഹി എണീറ്റപ്പോൾ തന്നെ വിളിക്കാത്ത ദേഷ്യത്തിൽ അവനെയും കുറ്റപ്പെടുത്തി മുന്നോട്ട് നടന്നു. MDയുടെ ഓഫീസ് റൂമിന് മുന്നിലെത്തിയതും ആര് ഡോറിൽ പതിയെ തട്ടിയതും അകത്തിന്ന് കയറി വരാനുള്ള പെർമിഷൻ കിട്ടിയതും ആര് ശ്വാസം വലിച്ചു വിട്ട് ഉള്ളിലേക്ക് കയറിയതും MDയുടെ ചെയറിലിരിക്കുന്ന ആളെ കണ്ട് അന്തം വിട്ടു നിന്നു. എന്നാൽ തന്നെ കണ്ട് കിളിപോയി നിൽക്കുന്ന ആരുവിനെ കണ്ട് മാഹിയുടെ അതരങ്ങളിൽ കള്ളച്ചിരി വിരിഞ്ഞു.